ഹലോ ഹായ് നമ്മളിതാ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് കണ്ടോ. സോ നാട്ടിൻപുറത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണാം. ഇത് കണ്ടോ, വള്ളി കണ്ടോ, ഇത് നമ്മുടെ അവിടെ വള്ളി എന്ന് പറയും. ഇത് കണ്ടോ, കുരുമുളക് കണ്ടോ, ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ കുരുമുളക്, ഹായ് നല്ല മണം, സൂപ്പർ. ഇത് ഇവിടെ തന്നെ ഇട്ടേക്കാം. ഇത് മറ്റൊരാളെ മുതലാണ്, നമ്മൾ എടുക്കാൻ പാടില്ല. ഇവിടെ തന്നെ ഇട്ടേക്കാം, അവർ വന്നിട്ട് നോക്കുമ്പോൾ എടുത്തോട്ടെ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എൻ്റെ വീട്ടിൽ കുഞ്ഞിലൊക്കെ ഇങ്ങനെ കുറേ ഈ സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ മുളക് ഇങ്ങനെ വേറെ മരത്തിലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിട്ട് അത് കയറിയിട്ട് നമ്മൾ പുറകിലൊരു എന്താ പറയുക, ഒരു തുണി ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് അതിലോട്ട് ഇങ്ങനെ മുളക് പറിച്ചിടുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിതിലൊന്നും വലിഞ്ഞു കയറാനൊന്നും അറിയത്തില്ല, പക്ഷേ ഈ ഏണി വെച്ചിട്ട് നമ്മൾ അതിൽ കയറുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ നല്ല മണം അതിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളകിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള മണങ്ങൾ. ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് ഈ ഒരു വള്ളിമുളകിൻ്റെ മണം നല്ല മണമാണ്. എന്തോ പറയും നിങ്ങളുടെ ഇവിടെ എന്തോ പറയുമെന്ന് എനിക്കറിയില്ല, ഇവിടെ വള്ളിമുളക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പം ബഡ് ചെയ്തിട്ടാണ്, നിങ്ങൾ ബഡ് ചെയ്ത മരം മേടിച്ച് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ ഇതെല്ലാം ബഡ് ചെയ്തിട്ട് കിട്ടും, കുഞ്ഞു കുഞ്ഞു മരങ്ങളാക്കിയിട്ട്. അതും എന്താ പറയുക, പുഷ് പെപ്പർ എന്ന് പറയുമ്പം എല്ലാം കൂടെ കൂടിയിട്ടുള്ള കുറേ ഐറ്റംസ്, ഈ കുരുമുളക് തന്നെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഐറ്റമുള്ള മുളകും ഇപ്പം കിട്ടുന്നുണ്ട്, നമുക്ക് വിപണി കിട്ടും ബഡ് ചെയ്തിട്ട്. അപ്പം ഇത്രയൊന്നും ഉയരത്തൊക്കെ ഒരു പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറിക്കാം. അതുപോലെ എന്താ പറയുക, ഇന്ന് ഞാനൊരു ഡാൻസ് വീഡിയോസ് ഇടുന്നുണ്ട്. സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഡാൻസ് വീഡിയോ ഇടുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. റീൽസിലൂടെ വരും ഉടനെ ആ ഒരു ഡാൻസ് വീഡിയോ. ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നൊപ്പം തന്നെ ആ ഒരു റീൽസും കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പണ്ടൊക്കെ റീൽസ് ഇടുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു, നല്ല രീതിയിൽ പ്രാക്ടീസ് ഇട്ടായിരുന്നു ഡാൻസ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡാൻസ് വീഡിയോ തന്നെ കുറേ പ്രാവശ്യം കാണും, ഒരു 30-40 പ്രാവശ്യം കാണും. കണ്ടിട്ട് ഒറ്റ ടേക്കിൽ ഡാൻസ് വീഡിയോ എടുക്കും, അതേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ കാല് വെച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഡാൻസ് വീഡിയോ ഇടുന്നത്. കാരണം കാല് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നേരത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇടയ്ക്കൊന്നും നല്ല രീതിയിൽ വയ്യാണ്ടായി. ഇപ്പം പതിയെ അത് ഓക്കെ ആയിട്ട് വരുന്നു, എങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം കണ്ടതിന് ശേഷം ഒറ്റ ടേക്കിൽ ആ ഒരു ഡാൻസ് വീഡിയോ എടുക്കും. അത് കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതാ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കടയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതാ ചെറിയൊരു കുഞ്ഞു കടയിലെത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. സോ ഇനി കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം ഒന്നും കുടിക്കാം. രാവിലെ പോയതാണ്, വെള്ളത്തിന് ഓൾറെഡി പറഞ്ഞ് അവരെടുക്കട്ടെ. കുടുംബശ്രീയുടെ കടയല്ലേ. താങ്ക് യു. ചേട്ടാ പേരെന്താ? സബീരി. ചേച്ചിയുടെ പേരെങ്ങനെയാ? ഇതിൽ നോക്കി പറ. രമാദേവി. ഇത് മറ്റേ കുടുംബശ്രീയുടെ കടയല്ലേ?
തെറാപ്പി ചെയ്യുന്നുണ്ടോ? അത് ചെയ്ത് കുറച്ച് ചെയ്തു, പിന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞു പെട്ടിക്കടയാണ്. 2 സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി, മക്കളെ വളർത്താൻ വേണ്ടി, ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന 2 സ്ത്രീകൾ, സബീരത്തെയും രമാദേവി ചേച്ചിയും. സോ നേരത്തെയും ഞാൻ ഈ കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ കയറി കഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും പറ്റാറില്ല, തിരക്കുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജോലി ആ ഒരു ഭാഗത്തായിരുന്നു. അപ്പം നമ്മൾ നേരെ അവിടെ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ച്, നമ്മൾ കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പൈസ എനിക്ക് പാവപ്പെട്ടവർക്ക്, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് ഉപകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോകുമ്പോഴും ദൈവം അങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു കടകൾ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ കടകൾ എൻ്റെ കൺമുന്നിൽ തന്നെ കാണും. ഈ രമാദേവി ചേച്ചിയുടെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നതാണ്. അപ്പം ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് നടത്തിയ ആ പെട്ടിക്കട ഏറ്റെടുത്ത് കൂട്ടുകാരെയും കൂട്ടി, കൂട്ടുകാരി സെബീനത്തെയും കൂട്ടി അവർ രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു കടയാണ്. കുടുംബശ്രീൻ്റെ ഭാഗമായിട്ടുള്ളൊരു കടയും കൂടിയാണത്. അപ്പോൾ അവർ തന്നെ വീട്ടിൽ വിളയിച്ച കപ്പ, കാച്ചിലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് കൂട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ വന്നു. പിന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു വാട്ടുകപ്പ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓമല്ലൂരിൽ നിന്ന് തിരുമ പമ്പിൻ്റെ സൈഡിനായിട്ട് വാട്ടുകപ്പ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറി. അവിടെ കപ്പ, കാച്ചിൽ, ചേന എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെങ്കിൽ വാട്ടുകപ്പ തീർന്നു പോയി. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വാട്ടുകപ്പ വരുന്നില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഈ വാട്ടുകപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അവിടെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ അവിടെ കയറി നോക്കുമ്പം അവിടെയില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. നമ്മൾ നേരെ വടശ്ശേരിക്കരയ്ക്ക് വിട്ടു. അവിടെ ഓൾറെഡി മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്. വടശ്ശേരിക്കര ചന്തയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാനിതുവരെ വടശ്ശേരിക്കര പോയിട്ടില്ല. എനിക്കടുത്ത് എരുമേലി ആയതുകൊണ്ട് ഞാൻ എരുമേലിയാണ് പോവാറ്. എരുമേലി ആകുമ്പം റാന്നിയെക്കാട്ട് ഒരുപാട് സാധനങ്ങൾക്ക്, പച്ചക്കറിക്കാണെങ്കിലും മീനിനാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും, ചിക്കൻ ആണെങ്കിലും ഒക്കെ വിലക്കുറവാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് ഒന്നായിട്ട് സാധനം മേടിക്കാറ് ഓരോ മാസവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ജുമയ്ക്കൊക്കെ ആണെങ്കിലും എനിക്ക് അവിടെ പള്ളിയിൽ പോകുന്നതാണ് എളുപ്പം. അപ്പം ഞാൻ അവിടെയാണ് പോവാറ്. ആ പോകുന്ന പോക്കിൽ തന്നെ എല്ലാ സാധനങ്ങളും മേടിക്കും. എല്ലാ സാധനങ്ങളും, പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കും. അവിടെ വളരെ വിലക്കുറവാണ്. പിന്നെ എനിക്കറിയാവുന്ന കുറേ ഇക്കമാരുണ്ട് അവിടെ. അവരെനിക്ക് സാധനം എനിക്ക് കുറേ അധികം വില കുറച്ച് എനിക്ക് സാധനം തരാറുണ്ട്. ഇപ്പോൾ തേങ്ങയാണെങ്കിലും അതുപോലെ ഡെയിലി മേടിക്കുന്നുണ്ട്. പിന്നെ ഒരു അണ്ണൻ്റെ കടയുണ്ട്, അത് എൻ്റെ ചേട്ടച്ചൻ്റെ ബന്ധു തന്നെയാണ്. സോ അവരെല്ലാം എനിക്ക് വളരെ വില കുറച്ചാണ് സാധനങ്ങൾ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എരുമേലിയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറ്. ഈ വടശ്ശേരിക്കര വരാറില്ല. ഈ വടശ്ശേരിക്കര കൂട്ടുകാരൻ ഓൾറെഡി വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു അവിടെ വളരെ വിലക്കുറവാണ്, നീ ഒരു ദിവസം വന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിക്കാതെ ഇന്ന് വടശ്ശേരിക്കരയ്ക്ക് പോവാണ്. ശരിക്കും അനിലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ട് എനിക്ക് ഓർമ്മയുള്ളത് നിഷാദ് ഖാൻ്റെ ഷോപ്പിലാണ്. സ്ഥലമൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ആക്സിഡൻറ്റിന് ശേഷം മറന്നുപോയി. അപ്പോൾ നിഷാദ് ഖാൻ ഞാനും രാത്രി ജോലി കഴിഞ്ഞ് ഷോപ്പ് അടച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് കപ്പ, മീൻ അതും ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ നിഷാദ് ഖാൻ്റെ ബൈക്കിൻ്റെ പുറകിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ തരും കപ്പ, മീനൊക്കെ മേടിച്ചിട്ട്. ഓരോ കടയിലും നമ്മളല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയൊക്കെ ചെയ്യായിരുന്നു. ശരിക്കും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അനിലൂടെ പോകുമ്പോൾ, ഡോക്ടർ അനിൽകുമാറിലൂടെ പോകുമ്പോൾ ശരിക്കും എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം അതൊക്കെ ഒരു നല്ല സമയങ്ങളായിരുന്നു. പിന്നെ എന്നെ പല കാര്യങ്ങളും സെയിൽ ചെയ്യാനും, ജീവിതത്തിൽ സ്റ്റേണായിട്ട് നിൽക്കാനും, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കാനും, ബിഹേവ് ചെയ്യാനും, നോക്കാനും, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ പെരുമാറാനൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള നിഷാദൊക്കെയാണ്. കാരണം അദ്ദേഹമൊക്കെ എൻ്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് ലൈഫിൽ.
കാരണം അദ്ദേഹം ആൾക്കാരോട് പെരുമാറുന്ന രീതി, ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്ന രീതി. കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഓൾറെഡി ഷോപ്പായിരുന്നല്ലോ, ഡ്രസ്സിൻ്റെ കടയായിരുന്നു. അപ്പം അദ്ദേഹം ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നതും ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ഡ്രസ്സ് എടുപ്പിക്കുന്നതും ആൾക്കാരെ ഡീൽ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് പലപ്പോഴും. എനിക്കതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പിന്നീട് ഈ ട്രാജഡിക്കൊക്കെ ശേഷം ലൈഫിൽ അന്ന് അദ്ദേഹം പെരുമാറിയ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു നോക്കി പഠിക്കാനൊരു റോൾ മോഡൽസ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹമൊക്കെയാണ് എൻ്റെ റോൾ മോഡൽസായിട്ട്. കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ അഡോപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ട്രാജഡിക്ക് ശേഷം എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനല്ല, അദ്ദേഹം കല്യാണം കഴിച്ച് ഞങ്ങളുടെ സ്ഥലത്തോട്ട് വന്നതാണ്. അതിനുശേഷം അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര ബഹുമാനമൊക്കെയാണ്. സോ അപ്പം അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ പുള്ളി ഇങ്ങനെ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതും ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പുള്ളിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ അറിയാം, ബിഹേവ് ചെയ്യാൻ അറിയാം, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം പുള്ളിക്കൊരു നാക്കുണ്ട്. സോ അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അത് പിന്നീട് എനിക്ക് ലൈഫിൽ യൂസ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ മൂത്തവരെ കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വടശ്ശേരിക്കര മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം സാധനങ്ങൾക്ക് ഇവിടെ ഉണ്ടോ എന്ന്, കപ്പ വറ്റലുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. നമ്മളെ കൂടെ എടുത്തോണ്ട് പോകും. അതിന്റെ പ്രയോജനമുള്ളതാണ്. അങ്ങനെ നമ്മൾ വടശ്ശേരിക്കര ചന്തയിൽ വന്നപ്പോൾ അവിടുന്ന് സാധനം കിട്ടിയില്ല. പിന്നെ നമ്മളവിടെ ഒരു ഹോൾസെയിൽ കടയിൽ കയറി, അവിടെ എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. പിന്നെ അവിടെ കയറിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഉപ്പേരിക്കപ്പോൾ എത്രയാണ് കിലോയ്ക്ക്? 100 രൂപ. കപ്പ 100 രൂപ തന്നെ. കപ്പ അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ച ഉപ്പേരിക്കപ്പ കിട്ടിയിട്ടുണ്ട്. റാന്നിയിലാണെങ്കിൽ ഇതിന് അര കിലോയ്ക്ക് 75 രൂപയാണ്. ഇവിടെ 1 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു വ്യത്യാസം ആലോചിച്ച് നോക്കിയാൽ. റാന്നിയിൽ എല്ലാത്തിനും പൈസ കൂടുതലാണ്, ഒരു സാധനം മേടിക്കാനൊക്കത്തില്ല. ഇവിടുന്ന് വരുമ്പോൾ ഓൾറെഡി ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ അനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വടശ്ശേരിക്കര സാധനങ്ങൾക്കൊക്കെ വില കുറവാണെന്ന്. പക്ഷേ ഇത്ര അധികം പൈസയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല. കാരണം അവിടെയാണെങ്കിൽ ഈ ഉപ്പേരിക്കപ്പയ്ക്ക് അര കിലോയ്ക്ക് 75 രൂപ, ഇവിടെ 1 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. അപ്പോൾ പൈസയുടെ വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഗായ്സ്, ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും എല്ലാ മുത്തുമണിക്കും ടാറ്റാ, ബൈ ബൈ, ലവ് യു, അപ്ലും.